Hi everyone. Let us discuss the fourth module of cost accounting. The fourth module of cost accounting that is methods of costing. And what are the different methods of costing? There are 5 methods of costing. First one that is unit costing. Second one job costing. Third one contract costing. Fourth one process costing. And the last and fifth one that is operating costing. So these are the 5 different methods we are going to discuss in this module. അപ്പോൾ നമ്മൾ ഈ മൊഡ്യൂളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്താണ് കോസ്റ്റിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ള ടീച്ചേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് നെക്സ്റ്റ് ഇതിലെ ലാസ്റ്റ് വണ്ണാണ് ആദ്യം എടുക്കുന്നത്. ദാറ്റ് ഈസ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്. ദാറ്റ് ഈസ് ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ടേക്ക് ദാറ്റ് ഈസ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്. What is operating costing? Many enterprises offer services. Example, transport undertaking. ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്, അതായത് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ പല സ്ഥാപനങ്ങളിലും പല മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എവിടെയാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ സർവീസസ് ഓഫർ ചെയ്യുന്ന സ്ഥാപനങ്ങളുടെ സർവീസസ് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിംഗ്. അവിടെ നമുക്ക് സർവീസ് ആണ് കിട്ടുന്നത്. നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുക എന്നുള്ളൊരു സർവീസ് ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. അപ്പൊ ഇങ്ങനെ സർവീസ് ചെയ്യുന്ന എന്റർപ്രൈസസ് ഫോളോ ചെയ്യുന്ന മെത്തേഡാണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്. Operating costing is used by such enterprises for ascertaining the cost of services rendered. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് യൂസ് ചെയ്യുന്നത് അങ്ങനെയുള്ള സ്ഥാപനങ്ങളാണ് എന്തിനു വേണ്ടിയിട്ട്? ഫോർ അസർട്ടൈനിങ് ദ കോസ്റ്റ് ഓഫ് സർവീസസ് റെൻഡേഡ്. എത്ര സർവീസാണ് അവർ റെൻഡർ ചെയ്തത്, അതിന് എത്ര ചെലവ് വന്നു എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്. ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ദാറ്റ് ഈസ് എ വാരിയന്റ് ഓഫ് യൂണിറ്റ് ഓർ ഔട്ട്പുട്ട് കോസ്റ്റിംഗ്. നമ്മൾ ഇതിൽ ഒന്നാമത്തെ മെത്തേഡായുള്ള യൂണിറ്റ് കോസ്റ്റിംഗിന്റെ ഒരു വകഭേദമാണ് ഈ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് റെഫേഴ്സ് ടു ദ കോസ്റ്റ് ഓഫ് പ്രൊവൈഡിങ് എ സർവീസ് ഓർ ഫംഗ്ഷൻ. അപ്പോൾ ഒരു സർവീസ് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥലത്താണ് എന്ത് ഉപയോഗിക്കുന്നത്? ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇത്ര ഓർക്കേണ്ടതുള്ളൂ. സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന മറ്റുള്ള സ്ഥാപനങ്ങൾ പ്രോഡക്റ്റുകളാണ് നമുക്ക് തരുന്നത്. അതിന് പകരം നമുക്ക് സർവീസോ ഫംഗ്ഷൻസോ പ്രൊവൈഡ് ചെയ്യുന്ന എന്റർപ്രൈസസ് ആണെങ്കിൽ അവർ ഫോളോ ചെയ്യുന്ന മെത്തേഡാണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്. ദർ ഇസ് എ ഡെഫിനിഷൻ. അക്കോർഡിംഗ് ടു വെൽഡൺ, operating costing is unit of costing as applied to the cost of providing a service or function. Same. And it is also called service or function costing. So operating cost is also known as service costing or function costing. അപ്പോൾ ഇത്രയാണ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗിൽ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എവിടെയാണ് ഫോളോ ചെയ്യുന്നത്? സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ ആയിട്ട് ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിംഗ് സ്ഥാപനങ്ങളായിട്ട് ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിംഗ്, ഇത് നമുക്ക് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി തരുന്ന സ്ഥാപനങ്ങൾ. ഇപ്പോൾ KSRTC ഒക്കെ എന്താ ഫോളോ ചെയ്യുക? ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്. അതുപോലെ ഇത് മറ്റൊരു പേര് എന്താണ് ഇതിന്റെ? സർവീസ് കോസ്റ്റിംഗ് അല്ലെങ്കിൽ ഫംഗ്ഷൻ കോസ്റ്റിംഗ്. Then what are the characteristic features of operating costing? First one is it is used by concern which are engaged in rendering services. അപ്പോൾ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് ഇത് ഉപയോഗിക്കുന്നത്. It resembles to unit costing in that the total cost incurred on rendering services are divided by the total quantity of services. എങ്ങനെയാണ് യൂണിറ്റ് കോസ്റ്റിംഗ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ ടോട്ടൽ ആ സർവീസ് ടോട്ടൽ എത്ര ചെലവ് വന്നു, ആ സർവീസസ് മൊത്തം പ്രൊവൈഡ് ചെയ്യാൻ എത്ര ടോട്ടൽ കോസ്റ്റ് വന്നു, അതിനെ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് സർവീസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന്റെ യൂണിറ്റ് കിട്ടുന്നത്. അപ്പം നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആവും. ആൻഡ് ഓൾ എക്സ്പെൻസസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഫിക്സഡ് ആൻഡ് വാരിയബിൾ. നമുക്ക് സർവീസ് കോസ്റ്റിങ്ങിലായാലും എക്സ്പെൻസുകളെ ഫിക്സഡ് എന്നും വാരിയബിൾ എന്നും കോസ്റ്റുകളായിട്ട് തരംതിരിക്കാൻ പറ്റും. അതുപോലെ തന്നെ എപ്പോഴും ഫിക്സഡ് കോസ്റ്റ് ആയിരിക്കും കൂടുതൽ. ഇപ്പൊ എക്സാമ്പിൾ ട്രാൻസ്പോർട്ട് എടുക്കുക, അവിടെ ബസ്സുകൾ വാങ്ങിക്കുക എന്നുള്ളത് ഫിക്സഡ് കോസ്റ്റ് ആണ്. പെട്രോളൊക്കെ ഡെയിലി അടിക്കുക എന്നുള്ളത് എന്താണ്? വാരിയബിൾ ആണ്. പക്ഷെ ബസ് മേടിക്കുന്ന അതായത് ആ ഫിക്സഡ് കോസ്റ്റ് ആണ് അവിടെ കൂടുതൽ വരുന്നത്, അല്ലെ? അപ്പൊ ഇതാണ് ഉദ്ദേശിച്ചത്. Then the cost unit may be simple in certain cases and compound in other cases. അതുപോലെ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ചില കേസിൽ സിമ്പിൾ ആയിരിക്കും. രണ്ട് തരം കോസ്റ്റ് യൂണിറ്റ് ഉണ്ട്, സിമ്പിൾ കോസ്റ്റ് യൂണിറ്റും കോമ്പൗണ്ട് കോസ്റ്റ് യൂണിറ്റും. അത് നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സിമ്പിൾ കോസ്റ്റ് യൂണിറ്റും കോമ്പൗണ്ട് കോസ്റ്റ് യൂണിറ്റും. സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ് പറഞ്ഞാൽ ഒരൊറ്റ കോസ്റ്റ് യൂണിറ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ സിമ്പിൾ.
ഒന്നിലധികം കോസ്റ്റ് യൂണിറ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കോമ്പൗണ്ടും യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. And it aims at ascertaining the cost of services rendered. Uniform services are rendered to all customers. ഇതിൽ നമ്മൾ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? സർവീസസിന്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ യൂണിഫോം സർവീസസ് ആണ് എല്ലാ കസ്റ്റമേഴ്സിനും, എല്ലാവർക്കും ഒരുപോലെയുള്ള സർവീസ് ആണ്. ഇപ്പോൾ ഒരു ബസ്സിൽ കയറി കഴിഞ്ഞാൽ ആ ബസ്സിലുള്ള എല്ലാവർക്കും സെയിം സർവീസ് ആണ്. അപ്പോൾ യൂണിഫോം സർവീസസ് ആണ് ഒരേ കാറ്റഗറിപ്പെട്ട എല്ലാ കസ്റ്റമേഴ്സിനും നൽകുന്നത്. An operating cost sheet is prepared for ascertaining the cost of services rendered. അപ്പോൾ ഈ കോസ്റ്റ് കണ്ടുപിടിക്കാൻ എന്ത് പ്രിപ്പയർ ചെയ്യുന്നു? ഒരു ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ടാണ് നമ്മൾ സർവീസ് കോസ്റ്റിംഗ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്. ദെൻ where we are applying operating costing, നമ്മൾ എവിടെയൊക്കെയാണ് ഈ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്നത്? So application of operating costing, first one is transport services like railway, bus, lorry, air services. അപ്പോൾ എല്ലാ തരം ട്രാൻസ്പോർട്ട് സർവീസസിലും. ദെൻ സപ്ലൈ സർവീസസ്, ഗ്യാസ് സപ്ലൈ, ഇലക്ട്രിസിറ്റി സപ്ലൈ, വാട്ടർ സപ്ലൈ. നെക്സ്റ്റ് വെൽഫെയർ സർവീസസ്, ഇവിടെയും സർവീസസ് ആണ്. ഹോസ്പിറ്റൽസ്, ക്യാൻറ്റീൻ, ഹോട്ടൽ, സ്കൂൾ, കോളേജസ്. ദെൻ എന്റർടൈൻമെന്റ് സർവീസസ്, സിനിമ, സർക്കസ്. അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ ചെന്നാൽ നമുക്ക് പ്രോഡക്റ്റ് അല്ല കിട്ടുന്നത്, നമുക്കൊരു സർവീസ് ആണ്. സിനിമ എന്ന് പറയുന്ന എന്റർടൈൻമെന്റ് ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്, അവിടെയും സർവീസ് ആണ്. ദെൻ മുനിസിപ്പൽ സർവീസസ്, റോഡ് മെയിൻ്റനൻസ്, സ്ട്രീറ്റ് ലൈറ്റിംഗ്. സോ ഇതൊക്കെ ഒരു സർവീസ് ആണ്, ഇവിടെ പ്രോഡക്റ്റ് അല്ല കസ്റ്റമർക്ക് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കേസിലാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഏത് മെത്തേഡ് ഫോളോ ചെയ്യുക? ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്. അപ്പോൾ അത് എപ്പോഴും ആലോചിക്കുക, ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് കണ്ട അപ്പം എന്താ ആലോചിക്കുക? സർവീസ് കോസ്റ്റിംഗ് ആണ്. ഇത് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന എന്റർപ്രൈസസ് ഫോളോ ചെയ്യുന്ന മെത്തേഡാണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്. ദെൻ കോസ്റ്റ് യൂണിറ്റ് നേരത്തെ പറഞ്ഞു, ദർ ആർ 2 types of cost unit that may be simple cost unit or composite അല്ലെങ്കിൽ കോമ്പൗണ്ട് കോസ്റ്റ് യൂണിറ്റ് ആവും. സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും ഒബ്വിയസ് ആയിരിക്കും. ഒബ്വിയസ് എന്ന് പറഞ്ഞാൽ വളരെയധികം ക്ലിയർ ആയിരിക്കും, വളരെയധികം ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആയിരിക്കും. ഇപ്പം എക്സാമ്പിൾ ഒരു സ്കൂളിലാണെങ്കിൽ പെർ സ്റ്റുഡൻറ്റ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പെർ സ്റ്റുഡൻറ്റ് ആയിരിക്കാം. അപ്പോൾ ഒരൊറ്റ യൂണിറ്റേ ഉള്ളൂ. ഇപ്പോൾ ഒരു സിനിമ തിയേറ്ററിലാണെങ്കിൽ പെർ സീറ്റ്, ഒരു സീറ്റിന് ഇത്ര ചിലവ്, അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു യൂണിറ്റ് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ അത് സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ്. ഇപ്പോൾ കോമ്പോസിറ്റ് കോസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം യൂണിറ്റുകൾ കമ്പൈൻ ചെയ്ത് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോമ്പോസിറ്റ് കോസ്റ്റ് യൂണിറ്റ്. ഇപ്പോൾ ട്രാൻസ്പോർട്ടിലാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ പാസഞ്ചർ എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് ആണ്, ചിലപ്പോൾ കിലോമീറ്റർ എടുക്കാം. അപ്പോൾ പാസഞ്ചറും കിലോമീറ്ററും നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ എന്തായി? കോമ്പോസിറ്റ് ആയിരിക്കും. വെറും പാസഞ്ചർ മാത്രം എടുക്കുകയാണെങ്കിൽ അത് സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ്. പാസഞ്ചർ കിലോമീറ്റർ എടുക്കുകയാണെങ്കിൽ അവിടെ 2 കോസ്റ്റ് യൂണിറ്റ് നമ്മൾ എടുത്തു, ദാറ്റ് ഈസ് കമ്പൈൻഡ് അല്ലെങ്കിൽ കോമ്പോസിറ്റ് കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നു. കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് കോമ്പൗണ്ട് അല്ലെങ്കിൽ കമ്പോസിറ്റ് കോസ്റ്റ് യൂണിറ്റ്. ഇനി നമുക്ക് ഏതൊക്കെയാണ് സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ്, എങ്ങനെയൊക്കെയാണ് വരുന്നത്, കോമ്പോസിറ്റ് കോസ്റ്റ് യൂണിറ്റ് ഏതൊക്കെയാണ് നോക്കാം. ഇപ്പോൾ എക്സാമ്പിൾ ട്രാൻസ്പോർട്ട് ആകുമ്പോൾ കോസ്റ്റ് യൂണിറ്റ് എന്തെല്ലാം വരും? അപ്പോൾ പാസഞ്ചേഴ്സിന് കൊണ്ടുപോകുന്ന ട്രാൻസ്പോർട്ട് ഉണ്ട്, ഗുഡ്സ് കൊണ്ടുപോകുന്ന ട്രാൻസ്പോർട്ട് സർവീസസ് ഉണ്ട്, ഇപ്പോൾ ലോറിയൊക്കെ. അപ്പോൾ ട്രാൻസ്പോർട്ട് ആകുമ്പോൾ പെർ പാസഞ്ചർ വരാം കോസ്റ്റ് യൂണിറ്റ്, അല്ലെങ്കിൽ പെർ കിലോമീറ്റർ വരാം. അതുപോലെ ഗുഡ്സ് കൊണ്ടുപോകുന്നതാണെങ്കിൽ പെർ ടൺ ആവാം, പെർ ക്വിൻ്റൽ ആവാം. സ്കൂൾ കോളേജസ് ആണെങ്കിൽ പെർ സ്റ്റുഡൻറ്റ്. ഹോസ്പിറ്റൽ ആകുമ്പോൾ പെർ ബെഡ്. ഹോട്ടൽ ഓർ ക്യാൻറ്റീൻ പെർ കപ്പ് അല്ലെങ്കിൽ പെർ മീൽ. ഒരു ഫുഡിന് ഇത്ര ചിലവ് എന്നായിരിക്കും, ഒരു ആളുടെ ഫുഡിന് ഇത്ര ചിലവ്, ആ രീതിയിലാവും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദിസ് ഈസ് സിമ്പിൾ. ഇവിടെ എന്താണ്? ഒരൊറ്റ കോസ്റ്റ് യൂണിറ്റ് ഉള്ളൂ. ഇവിടെ പെർ പാസഞ്ചർ പെർ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ രണ്ട് യൂണിറ്റ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി എങ്ങനെയാണ് നമുക്ക് കോമ്പൗണ്ട് എന്ന് നോക്കാം. ബസ് ട്രെയിനിൽ രണ്ടും കൂടി എടുക്കുകയാണെങ്കിൽ പെർ പാസഞ്ചർ പെർ കിലോമീറ്റർ, ഇങ്ങനെ രണ്ടും കൂടി എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോമ്പൗണ്ട്. അതുപോലെ ഗുഡ്സ് ട്രെയിൻ ആണെങ്കിൽ പെർ ടൺ പെർ കിലോമീറ്റർ. ഹോസ്പിറ്റൽ ആകുമ്പോൾ പെർ ബെഡ് പെർ ഡേ, ഒരു ദിവസത്തിന് ഒരു ബെഡിന് ഇത്ര ചിലവ്. ഹോട്ടൽ ആകുമ്പോൾ പെർ റൂം പെർ ഡേ. ഇലക്ട്രിസിറ്റി പെർ കിലോ വാട്ട് പെർ അവർ. സിനിമ പെർ സെറ്റ് അല്ല കേട്ടോ, സീറ്റാണ്. പെർ സീറ്റ് പെർ ഷോ, ഒരു ഷോയ്ക്ക് ഒരു സീറ്റിന്. അങ്ങനെ കാണുമ്പോൾ ഒരു ഷോ മാത്രമായിട്ട് എടുക്കുകയാണെങ്കിൽ അത് സിമ്പിളാണ്. രണ്ട് യൂണിറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് കോമ്പൗണ്ട് ആയിട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് സിമ്പിളും കോമ്പൗണ്ട് യൂണിറ്റും വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്ന് നമ്മൾ പറഞ്ഞത്. എന്താണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റിങ്ങിൻ്റെ മീനിങ്? സർവീസ് എന്റർപ്രൈസസ് ഫോളോ ചെയ്യുന്നതാണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, എവിടെയൊക്കെയാണ് അത് അപ്ലൈ ചെയ്യുന്നത്. 2 തരം യൂണിറ്റ് ഉണ്ട്, സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ്, കോമ്പോസിറ്റ് യൂണിറ്റ്. അതിൽ സിമ്പിൾ കോസ്റ്റ് യൂണിറ്റിൻ്റെ എക്സാമ്പിൾസ്, കോമ്പോസിറ്റ് കോസ്റ്റ് യൂണിറ്റിൻ്റെ എക്സാമ്പിൾസ്. അപ്പോൾ എല്ലാവരും ക്ലാസ് കേട്ട് നോട്ടൊക്കെ എഴുതുക. താങ്ക്